തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തൃശൂരിൽ വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ ഇനിയും പിടികൂടാനായിട്ടില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടി എന്നാണ് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിലും ദുരൂഹത ബാക്കി നിൽക്കുന്നു. വിയ്യൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുദനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് 50 മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി 9:30 ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചതാണ് കണ്ടെത്തൽ. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി. ഇതിനുശേഷമാണ് വിയ്യൂർ ജയിലിൽ വിവരം അറിയിക്കുന്നത്. ബാലമുരുകനായി തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന. ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തമിഴ്നാട് ബന്ദൽക്കുടി എസ് ഐ നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ എത്തിച്ചത്. മുൻപ് 2 വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. റോഡരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.